ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒരു 5-6 കുട്ടികൾ ഇങ്ങനെ സെറ്റായിട്ട് പല 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 ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ടാ. നല്ല രസമായിരുന്നു മക്കൾ. അപ്പം ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ഞാൻ ആട്ടി വെച്ചിരുന്നു. മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കടി ഉണ്ടാക്കാനൊക്കെ കഴിക്കാൻ നേരത്തല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വേഗം കൂട്ടാൻ്റെ പരിപാടി നോക്കുക. അപ്പോൾ ഇന്നലെ അയില കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ നന്നാക്കി വെച്ച്. അപ്പോൾ അതിലേക്കൊക്കെ നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ സൽമ വിളിച്ചിട്ടാ കുറച്ച് ബീഫ് കുറുമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് കൊടുന്നതില്ല. അപ്പോൾ പോയി വാങ്ങിച്ച് ചൂടൊക്കെ ആക്കിയിട്ടാ. പക്ഷെ ഇവിടെ ആർക്കും പറ്റിയില്ല കേട്ടോ ഇങ്ങനത്തെ ഈ വെള്ള ബീഫ് കറിയൊന്നും. അപ്പോൾ അപ്പൂനും ജോലിക്കൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ ഇന്ന് റേഷൻ്റെ അരിയാട്ടാ ഇട്ടുള്ളത്. അപ്പോൾ വേഗം ചോറൊക്കെ ആയപ്പോൾ നമ്മൾ പുതിയ ചെമ്പിൽ തന്നെ ചോറൊക്കെ ഊറ്റിയിടുന്നുണ്ട് കേട്ടോ. നല്ല അരി തന്നെ ഇരുന്നിട്ടാ. പക്ഷേ ഇന്നലെ ഞാൻ റേഷൻ്റെ അരി തന്നെ വെച്ചത്. പക്ഷേ ഒന്ന് വേറിയിട്ടോ. അപ്പം ഇന്ന് പിന്നെ ആ പാകത്തിന് തന്നെ എടുത്ത് രാത്രിക്ക് വേറെ വയ്ക്കുള്ളൂ കേട്ടോ. അതൊക്കെ രാവിലെ തന്നെ വെച്ച് വെച്ചാൽ ഒന്ന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചോറ് ഊറ്റി കഴിയാതെ ഇറക്കണം. അപ്പോൾ അടുപ്പ് കെട്ട് പോകുമ്പോഴേക്കുന്ന അടുപ്പത്ത് തന്നെയാണ്ട് കൂട്ടാനും കലക്കി വയ്ക്കാലോ വെച്ചിട്ട് വേഗം അതൊന്ന് ചിടപടാച്ചിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. പുളിങ്ങിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകും തക്കാളിയും ഒക്കെ കൂടി ഒന്ന് കലക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പച്ചക്കറി സാമ്പാർ കഷ്ണം കൊടുക്കുന്നുള്ളായിരുന്നു. കുറച്ച് അതിലുണ്ടാവുമല്ലോ വാരിയിടണ പയർ, അതുപോലെ പടവലത്തിൻ്റെ കഷ്ണം, പിന്നെ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ, അങ്ങനെയൊക്കെ നാശായി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന്. അപ്പോൾ ഇന്നാൾ വഴുതനങ്ങ കഴിഞ്ഞ ദിവസം ഉപ്പേരി വെച്ചപ്പോൾ മോൻ പറഞ്ഞ് പൊരിക്കി വെച്ചൊക്കെ ഞാൻ കഴിച്ചായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒന്ന് മസാലയും തേക്കണം. കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് മസാല തേച്ചപ്പോൾ നല്ല കഴിക്കാൻ നേരത്ത് പൊരിച്ച് കിട്ടാം. നല്ല സൂപ്പറായിരുന്നു. പിന്നെ പയറും പടവലവും ഒരു വഴുതനങ്ങയൊക്കെ ഇട്ടിട്ട് ഏട്ടന് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടാ. എന്താ കയ്യിൽ നിന്നൊക്കെ എടുത്തവും പിടിച്ചൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ താഴത്ത് വീഴുകയൊക്കെ ചെയ്യുക. അങ്ങനെ കൂട്ടാനൊക്കെ ഒന്ന് കലക്കിയെടുക്കുക. അടുപ്പത്ത് തന്നെ കൊണ്ടുവച്ചിട്ടാ. അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചട്ടിനിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ബീഫ് ഒന്നും കുറുമയൊന്നും ഇപ്പോൾ പറ്റില്ല ആർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വറവിട്ടിട്ടാ. അങ്ങനെ നമ്മളെ ചൂരലൊക്കെ കഴിഞ്ഞിട്ടാ. നല്ലൊരു ചെമ്പ് ഒരു ഉപകാരമായി. അങ്ങനെ നമ്മളെ കറിയൊക്കെ തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു കുഞ്ഞു വേടി കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതിങ്ങനെ രണ്ട് മുട്ടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ കിടന്ന് വേവട്ടെ. ഇപ്പോൾ ഇതാണ് കേട്ടോ പച്ചക്കറി എന്നൊക്കെ തിരഞ്ഞെടുത്ത്. അപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. മുളകും മഞ്ഞളും ഉപ്പും കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചതാട്ടാ. അപ്പോൾ അത് കഴിക്കാൻ നേരത്ത് വറക്കുള്ളൂ. ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാമല്ലോ വെച്ചിട്ട് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നും എന്തോ ഒരു മൊത്തത്തിലൊരു സുഖമില്ല കേട്ടോ. അപ്പം ഇന്ന് കല്യാണം പറച്ചിലിനൊന്നും പോകണില്ല. അപ്പം ഇന്ന് വീട്ടിൽ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വന്നപ്പോൾ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുട്ടി ദോശ ഉണ്ടാക്കിയിട്ടാ ഏട്ടനൊക്കെ കൊടുക്കാം. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ വലിയ ദോശ ഉണ്ടാക്കിയിട്ടാട്ടാ ഞാൻ കഴിച്ചത്. അങ്ങനെ നമ്മളെ മീൻ കറിയൊക്കെ ആയി. അതൊക്കെ ഒന്ന് വറവിട്ട്. അപ്പം നമ്മളന്നത്തെ വീഡിയോയും വിശേഷം അത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ.